എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻക്ലൂഡിങ് CC 1000 വരുന്ന ഒരു 6 കോമ്പോസായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോ കോമ്പോകളായിട്ട് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പോക്കകത്ത് ബ്യൂട്ടിയുടെ നല്ലൊരു പ്ലാന്റ്, നെക്സ്റ്റ് വൈറ്റ് ലക്കാച്ചിയുടെ ഒരു മീഡിയം പ്ലാന്റ്, അടുത്തത് വരുന്നത് പിങ്ക് ലെഗസിയുടെ ഒരു ബുഷി പ്ലാന്റ്, നെക്സ്റ്റ് ഡയമണ്ട് റെഡിൻ്റെ ഒരു ബുഷി പ്ലാന്റ്, അടുത്ത് പിങ്ക് ഡാൽമൺഷിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. കുറേ നാളായിട്ട് നമുക്ക് പിങ്ക് ഡാൽമൺഷൻ കിട്ടാറില്ല. നല്ല കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് കേട്ടോ. പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കോമ്പോ. ഇനി രണ്ടാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ പിങ്ക് ലെഗസിയുടെ നല്ലൊരു ബുഷി പ്ലാന്റ്, പിങ്ക് അലൈൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്, ഇത് ബ്യൂട്ടിയുടെ പ്ലാന്റാണ്. ഒരു നല്ല ഡീപ്പ് റെഡ് കളറുണ്ട്. ഒരു ഇച്ചിരി നാരോയ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. റൗണ്ടല്ല, നാരോയ ആയിട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അടുത്തത് ഡയമണ്ടിൻ്റെ ഒരു പ്ലാന്റാണ്. ഇത് വന്നിട്ട് പിങ്ക് സോഡിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് പ്ലാന്റാണത്, പിങ്ക് സോഡിൻ്റെ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കോമ്പോക്കകത്തുള്ള പ്ലാന്റുകൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് വാങ്ങണ കോമ്പോയുടെ പ്ലാന്റ് സൈസ് അറിയുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ പ്ലാന്റ് സൈസ് അയച്ചു തരാം കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇതിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ്സ് തന്നെയാണ് തരുന്നത് നിങ്ങൾക്ക് ഓരോ കോമ്പോ. ഇതാണ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കോമ്പോ കേട്ടോ. മൂന്നാമത്തെ കോമ്പോ കേട്ടോ. മൂന്നാമത്തെ കോമ്പോക്കകത്ത് ബ്യൂട്ടിയുടെ നല്ലൊരു ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ബ്യൂട്ടിയുടെ അത്യാവശ്യം സൈസുള്ളൊരു ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ബ്ലാക്ക് ലെഗസിയുടെ പ്ലാന്റാണ് കേട്ടോ. നല്ലൊരു പ്ലാന്റാണ് ബ്ലാക്ക് ലെഗസിയുടെ. അടുത്ത പിങ്ക് ലെഗസിയുടെ നല്ലൊരു ബുഷി പ്ലാന്റ്. 2 ലെഗസിയും വരുന്നുണ്ട് ഈ കോമ്പോക്കകത്ത്. നെക്സ്റ്റ് വരുന്നത് 10 കാറ്റിൻ്റെ ഒരു പ്ലാന്റാണ്. 10 കാറ്റിൻ്റെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് 10 കാറ്റിൻ്റെ പ്ലാന്റ് കുറച്ച് എത്തിയിട്ടുണ്ട്. 10 കാറ്റിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. ഒരുപാട് സൈസ് ഇല്ല, നല്ലൊരു ബുഷി പ്ലാന്റാണ് 10 കാറ്റിൻ്റെ. നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് റൂബി ബാട്ടിക്ക് റെഡ് സോഡ് എന്നൊക്കെ പറയുന്ന വെറൈറ്റി ഏരിയയാണ് കേട്ടോ. ഇതൊരു മീഡിയം സൈസ് പ്ലാന്റാണ്. ഈ 5 പ്ലാന്റാണ് നമ്മുടെ മൂന്നാമത്തെ കോമ്പോക്കകത്ത് വരുന്നത്. അടുത്ത നാലാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ നല്ലൊരു ചൈന റെഡിൻ്റെ നല്ലൊരു പ്ലാന്റ് കേട്ടോ. ചൈന റെഡിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്. പിന്നെ വരുന്നത് വൈറ്റ് ലക്കാച്ചിയുടെ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. വൈറ്റ് ലക്കാച്ചിയുടെ. അടുത്തത് വരുന്നത് പിങ്ക് അലൈൻ്റെ ഒരു മീഡിയം പ്ലാന്റ്. അടുത്തത് നമ്മുടെ സൂപ്പർ റെഡിൻ്റെ പ്ലാന്റാണ് കേട്ടോ. സൂപ്പർ റെഡിൻ്റെ നല്ലൊരു സൂപ്പർ റെഡിൻ്റെ പ്ലാന്റാണ്. നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്, നല്ല റേറ്റുള്ള പ്ലാന്റാണ് സൂപ്പർ റെഡിൻ്റെ. അടുത്ത് വരുന്നത് റെഡ് സോഡിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നാലാമത്തെ കോമ്പോക്കകത്ത് വരുന്ന പ്ലാന്റ്സ്. നമ്മുടെ അഞ്ചാമത്തെ കോമ്പോ കേട്ടോ. അഞ്ചാമത്തെ കോമ്പോക്കകത്ത് നല്ല ബുഷി പ്ലാന്റ്സ് തന്നെയാണ് വരുന്നത്. ബ്യൂട്ടിയുടെ നല്ലൊരു പ്ലാന്റ്, റെഡ് ലെക്സബിൻ്റെ പ്ലാന്റാണ് കേട്ടോ. അത് ലെക്സബിൻ്റെ പ്ലാന്റാണ്. അതൊരു പ്ലാന്റ്, നല്ല പ്ലാന്റ്. നെക്സ്റ്റ് ഡയമണ്ടിൻ്റെ ഇതിൽ തന്നെ വരുന്നൊരു പിങ്ക് ഡയമണ്ടിൻ്റെ പ്ലാന്റാണ് കേട്ടോ. നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അടുത്തത് വരുന്നത് റെഡ് സോഡിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്. റെഡ് സോഡ് നമുക്ക് കുറച്ച് നാളായിട്ട് കിട്ടാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ റെഡ് സോഡിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്. അടുത്തത് സിയാം പാരഗൺ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നോ വൈറ്റിൻ്റെ കളറ് വൈറ്റ് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് സിയാം പാരഗൺ. അതിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ്. ഈ അഞ്ച് പ്ലാന്റാണ് നമ്മുടെ അഞ്ചാമത്തെ കോമ്പോക്കകത്ത് വരുന്നത് കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ലാസ്റ്റ് കോമ്പോ. ഈ 5 കോമ്പോയിലെയും പ്ലാന്റ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സൈസ് കൊണ്ട് ചെറിയ പ്ലാന്റ്സാണ് ആറാമത്തെ കോമ്പോക്കകത്ത് വരുന്നത്. പക്ഷേ ഡിമാൻഡ് വൈസ് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ്സാണ്. ഇത് അഗ്ലോണിമ സെൻസ്റ്റാറാണ് കേട്ടോ. നല്ല റേറ്റ് ഉണ്ട് മദർ പ്ലാന്റിനൊക്കെ. സെൻസ്റ്റാറിൻ്റെ ഒരു പ്ലാന്റാണ്. ഇത് പിങ്ക് ഡാൽമൺഷിൻ്റെ ഒരു പ്ലാന്റ്. ഇത് വന്നിട്ട് 10 കാറ്റിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇത് റോട്ടാൻഡൻ ടൈഗറിൻ്റെ പ്ലാന്റ്. ഇത് എലൈൻ്റെ ചെറിയൊരു പ്ലാന്റ്. ഇത്രയും പ്ലാന്റാണ് നമ്മുടെ ആറാമത്തെ കോമ്പോക്കകത്ത് വന്നിരിക്കുന്നത്. ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ. അപ്പോൾ വേണമെങ്കിൽ പ്ലാന്റ് സൈസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രയാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. ഏകദേശം ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇത്രയുള്ളൊരു പോട്ടിൽ നിന്ന് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ
സെൻസ്റ്റാറിൻ്റെ പ്ലാന്റാണ് കേട്ടോ അത്. ഇതുപോലെ തന്നെയാണ് 10 ക്യാരറ്റിൻ്റെയും ഒക്കെ വരുന്നത്. 10 ക്യാരറ്റിൻ്റെ ഇതുപോലെ തന്നെയാണ്, അല്ല ഇതിൻ്റെയും ഇതേപോലെ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കോമ്പോസ്. അപ്പോൾ കോംബോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുകയോ ഇല്ലെങ്കിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.